ബലികുടീരങ്ങളെ പാട്ടുപാടാൻ ആനാട്ട് മുകുന്ദൻ ഇനി ഇല്ല. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. മാടവന തിരുവള്ളൂർ തിയേറ്റേഴ്സിന് സമീപം താമസിക്കുന്ന ആനാട്ട് മുകുന്ദൻ കാലചക്രത്തിനുള്ളിൽ ഒളിച്ചപ്പോൾ തിരുവള്ളൂരിനെ നഷ്ടമായത് ഒരു കലാകാരനെയും ഉത്തമ കമ്മ്യൂണിസ്റ്റിനെയുമാണ്. ബീഡി തെറുപ്പ് തൊഴിലാളിയായാണ് മുകുന്ദൻ ജീവിതം ആരംഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിരുന്നു മനസ്സു മുഴുവനും. പാർട്ടി വേദികളിലും തിരുവള്ളൂർ തിയേറ്റേഴ്സിൻ്റെ വേദികളിലും പാട്ടുപാടി ജനങ്ങളെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു മുകുന്ദൻ്റെ ഗാനം. ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം എത്ര വേദികളിൽ പാടിയിട്ടുണ്ടെന്ന് മുകുന്ദന് പോലും അറിയില്ല. പാട്ടിനെ പോലെ തന്നെയായിരുന്നു മുകുന്ദന് വായനയിലുള്ള താല്പര്യവും. എല്ലാ പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുമെല്ലാം വായിക്കുകയായിരുന്നു മുകുന്ദൻ്റെ മറ്റൊരു വിനോദം. അതുകൊണ്ട് തന്നെ എന്തിനെപ്പറ്റി ചോദിച്ചാലും വ്യക്തമായ മറുപടി നൽകാൻ മുകുന്ദന് കഴിയും. 4 മാസം മുൻപ് വരെ ആരുടെയും സഹായമില്ലാതെ ദിനപത്രങ്ങൾ വായിക്കുന്നതും മറ്റുള്ളവർക്ക് കൗതുകമായിരുന്നു. വ്യാഴാഴ്ച നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുകുന്ദൻ വോട്ട് ചെയ്തിരുന്നു. പാർട്ടി പ്രവർത്തകർ വരുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വാചാലനാകും. 1 മാസത്തോളമായി കിടപ്പിലായിരുന്ന മുകുന്ദൻ വ്യാഴാഴ്ച രാത്രി 10:30 മരണത്തിന് കീഴടങ്ങി. മുകുന്ദൻ്റെ മൃതദേഹം അഗ്നിയിലേക്കെടുത്തപ്പോൾ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് യാത്രയാക്കിയത്. 92ാമത്തെ വയസ്സിൽ മരണം കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നല്ലൊരു കലാകാരനെയും സ്വാത്വികനായ കമ്മ്യൂണിസ്റ്റിനെയുമാണ് തിരുവള്ളൂർ ഗ്രാമത്തിന് നഷ്ടമായത്. ശാരദയാണ് മുകുന്ദന്റെ ഭാര്യ. അജിത, പ്രദീപ്, ബിബീഷ്, പവനൻ എന്നിവർ മക്കളും അനിൽകുമാർ, ജീന, രഞ്ജിത, ധന്യ എന്നിവർ മരുമക്കളുമാണ്.